പാലക്കാട് നല്ലേപ്പള്ളി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിനിടെ അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ VHP നേതാക്കളെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. തത്തമംഗലം സ്കൂളിലെ പുൽക്കൂട് തകർത്തതിൽ ഗൂഢാലോചന ഉണ്ടായോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഗൂഗിൾ VS ആണ് വിവരങ്ങളുമായുള്ളത്. ഗൂഗിൾ, എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്? എന്തെങ്കിലും കാര്യങ്ങൾ കോടതി പറയുകയുണ്ടായോ? മറ്റു വിവരങ്ങൾ? 2 ദിവസത്തേക്കാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. അതായത് നല്ലേപ്പള്ളി സ്കൂളിൽ അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയതിന്റെ അടുത്ത ദിവസങ്ങൾ തന്നെയാണ് തത്തമംഗലം സ്കൂളിലെ പുൽക്കൂട് തകർത്ത സംഭവം ഉണ്ടായത്. അപ്പോൾ ഈ 2 സംഭവങ്ങൾക്കും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും സംശയിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക, പിന്നീട് അതായത് നല്ലേപ്പള്ളി സ്കൂളിലെ സംഭവവുമായി ബന്ധപ്പെട്ട് തെളിവെടുക്കുക എന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 2 ദിവസം കസ്റ്റഡിയിലേക്ക് വാങ്ങുന്നത്. അതേസമയം തന്നെ തത്തമംഗലം സ്കൂളിൽ ഈ പുൽക്കൂട് തകർത്ത സംഭവത്തിലെ പ്രതികളെ ആരാണെന്ന് കണ്ടെത്തുന്നത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടില്ല. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ കൂടി അതിന് ആരാണ് ഇത്തരത്തിലുള്ള സംഭവം ചെയ്തത്, സാമൂഹ്യ വിരുദ്ധരാണോ, മറ്റേതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന അതിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ടില്ല. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രതികളെ VHP നേതാക്കളെ കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പ്രതികളെ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങുന്നത്.